ഹലോ, വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോർട്ട്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റേഷൻ കട വിട്ട് കളിയില്ല കേട്ടോ. അപ്പോൾ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ കടല തന്നെയാണ്. അപ്പോൾ കടല വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ പൊട്ടുകടല ഉണ്ടാക്കുക വീട്ടിൽ എളുപ്പത്തിൽ എന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ എപ്പോഴും പറയുന്ന കാര്യം എന്താണ്, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാനിതാ കടല ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര കടലൊന്നും എടുക്കണില്ല കേട്ടോ, കുറച്ചെടുക്കണുള്ളൂ. നമ്മളുടെ ഒരു കപ്പ് എന്ന് പറയാം, 250 ml ഒരു കപ്പ്, അതായത് നമ്മളുടെ ഒരു 3 പിടി കടലയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് അഴിക്കട്ടെ. പിന്നെ ഇത് കഴുകി ഉണക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വറക്കാം. ഇപ്പോൾ നമ്മൾ തോല് കളഞ്ഞിട്ടാണല്ലോ കഴിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ കഴുകണില്ല. കഴുകിയാൽ നമുക്കിത് നന്നായിട്ട് വറുത്തിങ്ങനെ മുരിഞ്ഞ് കിട്ടില്ല. നന്നായിട്ട് ഉണങ്ങണം. ഇവിടെ നല്ല മഴയാണ്, അതുകൊണ്ട് ഉണങ്ങാനുള്ളൊരു സമയമൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒന്ന് നനഞ്ഞ തുണി കൊണ്ടോ ഇല്ലെങ്കിൽ ഒന്ന് തുടച്ചെടുത്താൽ മതി. അപ്പോൾ അതാ ഞാൻ ഒരു പിടി ഇട്ട് കൊടുത്തു. അങ്ങനെ ഒരു 3-4 പിടി ഇട്ടാൽ മതി. 250 ml എന്ന് പറയുമ്പോൾ ഈ ഒരു കപ്പിൽ 1/4 ഭാഗത്തോളാണ്. അപ്പോൾ ഞാൻ അതുവരെ ഒന്ന് എടുക്കട്ടെ കേട്ടോ. നമ്മൾ ഇപ്പോൾ വെറുതെ കിട്ടണ ഈ കടല കുറേ അങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഉറക്കുത്തുക പറയും, അതായത് പൊടി പോലെ വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയും കഴിക്കാമല്ലോ. ഇനി ഇതുപോലെ ടവൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ്. അടുത്തത് നമ്മൾ അധികം ഉപയോഗിക്കാത്തൊരു ചീൻചട്ടിയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കടായോ അങ്ങനത്തെ ഒന്ന് ഇളക്കാൻ പറ്റുന്ന ഒരു പാത്രം എടുക്കുക. അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കാത്തൊരു കടായിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ അത്യാവശ്യം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 കപ്പോളം ഉപ്പ്, കല്ലുപ്പല്ല പൊടിയുപ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇതൊന്ന് നന്നായി ചൂടായി കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് കടല ഇട്ട് കൊടുക്കാം. ഒറ്റ കപ്പ് അങ്ങനെ തന്നെ കമഴ്ത്തുന്നില്ലേ, പകുതിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി എന്താ പറയുക, ഈ ഒരു ഉപ്പിലിങ്ങനെ യോജിപ്പിച്ച് എടുക്കുക അതിനെ. അപ്പോൾ നല്ല ചൂടായിരിക്കും, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക, കയ്യ് പൊള്ളും. അപ്പോൾ ഈ കടലൊക്കെ പൊട്ടി വരാൻ കണ്ട നിങ്ങൾ സൗണ്ട് വെക്കുന്നില്ലേ, കാരണം തൊട്ടപ്പുറത്ത് ഭയങ്കര ഒരു ബിൽഡിങ്ങിൻ്റെ വർക്ക് നടക്കുകയാണ്. അപ്പോൾ ഭയങ്കര സൗണ്ടാണ്, അതുകൊണ്ട് തന്നെ ഇത് പൊട്ടണ സൗണ്ടൊന്നും കേൾക്കുന്നുണ്ടാവില്ല. നന്നായി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചോളൂ കേട്ടോ. അപ്പോഴാണ് ശരിക്കും അതൊന്ന് പൊട്ടി കിട്ടുക, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എൻ്റെ കടല കരിഞ്ഞെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കുക, അതിന് ശേഷം 2-3 ഒന്ന് ഇളക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിലേക്കോ ലോ ഫ്ലെയിമിലേക്കോ മാറ്റുക. അപ്പോൾ ടപ്പേന്ന് അങ്ങോട്ട് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ നടുഭാഗം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മുടെ പൊട്ടുകടലയുടെ കളറൊക്കെ കണ്ടാൽ അങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കറക്റ്റ് പാകം. ഇനി നമുക്കിത് ഈ ഉപ്പിന്ന് നമുക്ക് നന്നായിട്ട് വറുത്ത് കോരണ പോലെ ഇതുപോലെ അങ്ങനെ ആക്കിയിട്ട് മാറ്റാം. ഇങ്ങനെ ഇത് കണ്ണാപ്പാന്നാണ് ഞങ്ങളിവിടെ പറയട്ടെ ഈ കയ്യിലിനെ. അപ്പോൾ അതുണ്ടെങ്കിൽ സുഖമാണ്, ആ ഉപ്പൊക്കെ തന്നെ ഇങ്ങനെ പോയിട്ട് കടല മാത്രം കിട്ടും. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് എടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഒരു 2 മിനിറ്റ് മതി നമ്മളെ കടല പൊട്ടുകടലാക്കി മാറ്റാൻ. അപ്പോൾ ബാക്കിയും കൂടി ഇട്ട് കൊടുക്കട്ടെ. ഇനി ഇതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ നമ്മളുടെ പൊട്ടുകടല റെഡിയായി. അപ്പോൾ എത്ര എളുപ്പമല്ലേ. റേഷൻ കടയിൽ നിന്നൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടുന്നതല്ലേ ഇപ്പോൾ കടലയൊക്കെ. അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് ചെയ്യുക. ശരിക്കും റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന കടലകളുണ്ടല്ലോ ഞുണുങ്ങിയിട്ടിരിക്കുക, അതായത് ഇങ്ങനെ ശോഷിച്ചിട്ടിരിക്കുക. അപ്പോൾ നന്നായിട്ട് വലിയ കടലയൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ല രസമാണ്, നല്ല പെട്ടെന്ന് തന്നെ ആയി കിട്ടും ചെയ്യും. അതുപോലെ തന്നെ ഈ ഞുണുങ്ങലുണ്ടാവില്ല, ഞുണുങ്ങ അങ്ങനെ എന്തോ ആണ് പറയുക, നമ്മളുടെ ഇവിടെ ഞണങ്ങ എന്നാട്ടാ പറയുക. അപ്പം അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും നമുക്കിത് വെറുതെ കിട്ടുന്നതല്ലേ, അപ്പോൾ ഇങ്ങനെയൊക്കെ കഴിക്കാമല്ലോ വെച്ചിട്ട് കാണിച്ചെന്താ കേട്ടോ. അത് വലിയൊരു റെസിപ്പി എന്നല്ല, അറിയാത്തവർക്ക് ഉപകാരമായിക്കോട്ടെ വെച്ചിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മളുടെ കടല 2 മിനിറ്റിൽ പൊട്ടുകടലയായി. അപ്പോൾ ശരി, ഇനി പുതിയ വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. ടാറ്റാ, താങ്ക് യു.